ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് സദ്യക്ക് വിളമ്പനം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തലേന്ന് കുതിർത്തി വെച്ച ഹാഫ് കപ്പ് കടലയാണ്. ഇത് നന്നായി കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 5 to 6 hours സോക്ക് ചെയ്ത് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഈ കഴുകിയ കടല കുക്കറിലേക്ക് ചേർക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ മുളകും പൊടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടാവണം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് കടല നന്നായി വേവിച്ചെടുക്കുക. ആദ്യത്തെ വിസിൽ വരണ വരെ മീഡിയം ഫ്ലെയിമിലിടുക. പിന്നീടുള്ള 3 വിസിൽ വരണ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അതിൻ്റെ ആവി പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് അതിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായക്കാരിലും കുറച്ച് കൂടുതലാണ് നമ്മൾ ചേന എടുത്തേക്കണേ. പിന്നെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്കയൊക്കെ ചേർക്കാം. ഇനി ഇതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ ബോൾ കണക്കിനാണ് എടുത്തേക്കണേ. അതിൽ ചേന മാത്രം കുറച്ച് കൂടുതലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേനയും കായും മാത്രം ചേർത്തിട്ടുണ്ടാക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലോ പാത്രത്തിലോ ഇട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളകും പൊടി ചേർക്കാം. മുളകും പൊടി നമ്മൾ ഓൾറെഡി കടലയിൽ ചേർത്തിട്ടുണ്ട്, അത് കാരണമാണ് ഇവിടെ കുറവ് ചേർക്കണേ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് കറിവേപ്പില. ഇനി ഇത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെജിറ്റബിൾസ് ഒക്കെ കുക്കാവണ വരെ വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേവാണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച കടല ഈ വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. ഈ കടല നമുക്ക് കടല വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കാം. ഇതൊരു ചെറിയ തേങ്ങ ചെറുകിയതാണ്. ഇതിൽ നിന്ന് അറൗണ്ട് 1/3 തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക, 1 ടീസ്പൂൺ കുരുമുളക് അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർക്കുക. പിന്നെ ഇത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് നല്ലോണം അരയണമെന്നൊന്നുമില്ല, ഒന്ന് ഒതുക്കിയെടുത്താലും മതി. ഇതേപോലെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ അതിലെ വലിയ ചേനയുടെ പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടിക്കാനായിട്ട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കണ്ട, ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ച് ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കാം. ഇനി പൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർക്കാം. അത് നമ്മുടെ കറീനെ കൂടുതൽ ടേസ്റ്റി ആക്കും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയുടെ പച്ചമണം പോണ വരെ വേവിക്കുക. ഇത് കുറേ നേരമൊന്നും വേണ്ട, 3-4 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്താലോ അപ്പോഴാണ് ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുംപരിപ്പ് ചേർക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിട്ട് വെച്ചോളോ. പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇനി തേങ്ങ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ തേങ്ങ അരച്ച് വേവിക്കാൻ വെച്ചിരുന്ന വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. കറിവേപ്പില കുറച്ച് കുറവാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം തേങ്ങ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ നാടൻ കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ്. അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും തേങ്ങ വറുക്കരുത്, അത് കരിഞ്ഞു പോവല്ലോ. പിന്നെ ഇതേപോലെ വറുത്തെടുക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകറിക്ക് കളറും ടേസ്റ്റും ഒക്കെ കൂടുന്നത്. അതേപോലെ എല്ലാ ഭാഗം ഒരേപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇളക്കിക്കോളോ. ഇപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് ഈ വറവ് ചേർക്കുക. കൂടുതൽ നേരം അത് കടായിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ചൂടാക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇവിടെ ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.